ഹലോ. അപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് മൈസൂർക്ക് വന്നിട്ട് ഞങ്ങൾ സൺഡേ രാവിലെ തന്നെ ഒരു സിനിമയ്ക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത് ഈവിൾ ഡെഡ് ബേൺ എന്നുള്ള സിനിമയ്ക്കാണ്. ഒബ്സഷന് ശേഷം അടുത്തത് ഏത് ഹൊറർ സിനിമയ്ക്ക് പോകുന്ന ഓർത്തിരുന്നപ്പോഴാണ് ഇത് ഞങ്ങളുടെ മുമ്പിൽ പെട്ടത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പുള്ള ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. കയറുന്നതിന് മുമ്പേ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആധാർ കാർഡൊക്കെ കാണിപ്പിച്ചിട്ടാട്ടോ ഞങ്ങൾ കയറ്റിയത്. അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇന്റർവെൽ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ദിലുവിന് പിന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ട് സിനിമ കാണാൻ പറ്റില്ല എന്ന് വരികയായി. പിന്നെ പൈസ കൊടുത്തതിന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഴിച്ച് പിടിച്ചിരുന്നു. കുറച്ചു നേരം കൂടെ ആ സിനിമ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അവിടെ ഛർദ്ദിച്ചേ. ഞങ്ങൾ കാറിൽ കൂവി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ സിനിമ തീരുന്നവരെ അവിടെ പിടിച്ചിരുന്നത്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കാണാൻ പോകാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സിനിമ തീർന്നു പറഞ്ഞിറങ്ങി ഓടി ഞങ്ങൾ എക്സിറ്റിന്റെ അവിടെ എത്തിയപ്പോഴാണ് എൻക്രെഡിറ്റ്സ് കഴിഞ്ഞ് വീണ്ടും ഒരു സീൻ വന്നത്. അപ്പോൾ ഞങ്ങൾ അത് നിന്ന് കണ്ടു. പിന്നെ ഞങ്ങളുടെ മൈൻഡ് ഒന്ന് മാറ്റാനായിട്ട് ഞങ്ങൾ ഓരോ കടയിലൊക്കെ കയറി സമാധാനം കണ്ടെത്തി. പിന്നെ ഒന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആര്യബായി ഞങ്ങളുടെ കൂടെ ചേർന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ വരും. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകാത്ത ദിവസങ്ങളിലൊക്കെ നല്ല കളക്ഷൻസ് ആയിരിക്കും. ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഒന്നും കാണൂല. അങ്ങനെ ദിലുവും ആര്യബായും ചെരുപ്പെടുക്കാനാണ് വന്നത്. എന്നിട്ട് അവരതൊക്കെ എടുത്തു. പിന്നെ സ്റ്റുഡിയോയിൽ വന്നാൽ നമ്മൾ എന്തായാലും ഈ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കണമല്ലോ. അതങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലോസ് എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ബാഗൊക്കെ നിറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.